ഹായ് ഓൾ, വെൽക്കം ടു എക്സാം പോയിൻ്റ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? 10th എത്തിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അപ്പോൾ ഈ വർഷം എല്ലാ സബ്ജക്റ്റിനും ഫുൾ A+ വാങ്ങാൻ എക്സാം പോയിൻ്റ് നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടൊരു കോട്സ് കേട്ടിട്ടുണ്ടോ? ചിഗുവേരയുടെ ഉയർത്താൻ മടിക്കുന്ന കൈയും പറയാൻ മടിക്കുന്ന വാക്കും അടിമത്തത്തിൻ്റേതാണ്. ഈ അവസ്ഥയിൽ നിന്നാണ് എന്തുണ്ടായത്? വിപ്ലവമുണ്ടായത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതും ഈ വിപ്ലവത്തെക്കുറിച്ചാണ്. ക്ലാസ് 10 ഹിസ്റ്ററി ഫസ്റ്റ് പാർട്ട്, ഫസ്റ്റ് ലെസൺ, റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ലോകത്ത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം പലതരം വിപ്ലവങ്ങളിലൂടെ ആർജിച്ചെടുത്തതാണ് അല്ലേ? അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, എവിടെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇവയെല്ലാം നമ്മൾ ആർജിച്ചത് വിപ്ലവങ്ങളിലൂടെയാണ്. അപ്പോൾ വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നിലവിലിരിക്കുന്ന വ്യവസ്ഥയ്ക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പോരാട്ടങ്ങളെയും സമരങ്ങളെയാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. അതായത് അപ്പോൾ നിലവിലുള്ള അവസ്ഥ നമുക്ക് അനുകൂലമല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മാറ്റം വേണം അല്ലേ? അതിനു വേണ്ടിയാണ് സമരങ്ങളും പോരാട്ടങ്ങളും നടത്തി നമ്മൾ എന്താർജിക്കുന്നത്? വിപ്ലവങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഈ വർഷം നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 3 വിപ്ലവങ്ങളാണ്. അതായത് ആദ്യത്തേത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ വിപ്ലവം. പിന്നെയോ ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം. തേർഡ് വൺ റഷ്യൻ റെവല്യൂഷൻ. ഓക്കെ, റഷ്യൻ വിപ്ലവം. ഇതിലൂടെ ഈ വർഷം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ബോർഡ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ, എങ്കിലും അടുത്ത 2 റെവല്യൂഷനും നന്നായി പഠിച്ചിരിക്കണം. ഏതൊക്കെയാവ? ചൈനീസ് റെവല്യൂഷൻ, ചൈനീസ് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ഓക്കെ, ഈ വിപ്ലവങ്ങൾക്കെല്ലാം ഒരു അടിസ്ഥാന ആശയം ഏതിൽ നിന്നായിരുന്നു? റിനൈസൻസിൽ നിന്നായിരുന്നു, അതായത് നവോത്ഥാനത്തിൽ നിന്നായിരുന്നു. ഈ നവോത്ഥാനം ജനങ്ങളിലെ കാഴ്ചപ്പാടിനും ചിന്താഗതിക്കൊക്കെ മാറ്റം വരുത്തിയതാണ് റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം. നവോത്ഥാനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? ഹ്യൂമാനിസവും സയൻറ്റിഫിക് ടെമ്പറും. ഹ്യൂമാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ളൊരു കഴിവ്. അതുപോലെ സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രീയമായ വിശകലനം. എന്ത് പ്രശ്നങ്ങൾ കിട്ടിയാലും അതിനെ യുക്തിപരമായി വിശകലനം ചെയ്തൊരു സൊല്യൂഷനിലേക്ക് എത്താൻ ജനങ്ങൾക്ക് ഈ ജ്ഞാനോദയം കൊണ്ടും അതുപോലെ തന്നെ നവോത്ഥാനം കൊണ്ടും കഴിയുകയുണ്ടായി. എന്താണ് ജ്ഞാനോദയത്തിലെ ആശയങ്ങൾ പറയുന്നത്? Thinkers of this movement propagated the ideas like freedom, democracy, equality and nationalism. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ്. ജ്ഞാനോദയത്തിൻ്റെ ചിന്തകർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? സമത്വം, സ്വാതന്ത്ര്യം, ദേശീയത. ഈ ഒരു ആശയം അമേരിക്കൻ ജനതകളെ വിപ്ലവത്തിലേക്ക് നയിക്കാൻ ശക്തമായി സ്വാധീനിച്ച ഘടകങ്ങളായിരുന്നു.